ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഫ്രൂട്ടാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇത് റഫ്ലർ ഫ്രൂട്ടാണ്. അത് നമ്മുടെ ഫ്രോക്കിൽ അല്ലെങ്കിൽ സ്കേർട്ടിലൊക്കെ റഫിൾസ് ഇടാൻ അല്ലെങ്കിൽ പ്ലീറ്റ്സ് ഒക്കെ ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണിത്. ഇതിപ്പോൾ സാധാ പവർ മെഷീനിലും അതുപോലെ തന്നെ ഈ ടൈപ്പ് ഫാഷൻ മേക്കർ മെഷീനുകളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫ്രൂട്ടാണ്. ഒരു ഫ്രൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പ്ലീറ്റ്സ് ഇട്ടെടുക്കാനോ അതുപോലെ പ്ലീറ്റ്സ് ഇടുന്നതോട് കൂടി തന്നെ നമ്മുടെ മെയിൻ സ്കേർട്ടിന്റെ അല്ലെങ്കിൽ ഫ്രോക്കിന്റെ ഒക്കെ ഭാഗത്തേക്ക് ഇത് ഒരുമിച്ച് തന്നെ അറ്റാച്ച് ചെയ്യേ കൂടെ ഫ്രിൽസ് ഇട്ടെടുക്കാനും പറ്റും. ആദ്യം ഞാൻ ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഈ 1, 6, 12 എന്നൊക്കെ കാണുന്ന ഈ 3 ഹോൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ ഇതിൽ ഈ 1ലേക്ക് ഈ ഒരു ലിവർ ഇറക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ സ്റ്റിച്ചിനും ഇതിൽ ഫ്രിൽസ് വരും. ഇനി ഇത് മാറ്റിയിട്ട് 6ലേക്കാണ് ഇറക്കിയിടുന്നതെന്നുണ്ടെങ്കിൽ ഓരോ 6th സ്റ്റിച്ചിനും, അതായത് ഓരോ 6ാമത്തെ സ്റ്റിച്ചിലും നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് വരും. ഇനി ഇത് 12ലേക്ക് മാറ്റിയിട്ടാൽ ഓരോ 12th സ്റ്റിച്ചിനും ഓരോ 12ാമത്തെ സ്റ്റിച്ചിനും നമുക്ക് പ്ലീറ്റ്സ് ഇട്ടെടുക്കാൻ പറ്റും. ഇനി ഇവിടെയാണ് ഇതിന്റെ സ്റ്റിച്ചിന്റെ ആ പ്ലീറ്റ്സിന്റെ വിഡ്ത്തിന്റെ അഡ്ജസ്റ്റ്മെന്റ് വരുന്നത്. ഈ ഒരു സ്ക്രൂ ഒന്ന് ലൂസാക്കിയാൽ ഇവിടെ ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 0 to 8 വരെ ഇവിടെ കാണാം. 8ൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ മാക്സിമം വിഡ്ത്തുള്ള പ്ലീറ്റ്സ് കിട്ടുക. ഇത് ഇങ്ങോട്ടേക്ക് വരുന്തോറും പ്ലീറ്റ്സിന്റെ വിഡ്ത്ത് കുറഞ്ഞു വരും. അത് ഇവിടെ നമുക്ക് 2 പ്ലേറ്റ്സ് കാണാം. ഈ 2 പ്ലേറ്റ്സിന്റെ ഗ്യാപ്പിലായിട്ടാണ് നമ്മൾ ക്ലോത്ത് വെച്ച് കൊടുക്കുന്നത്. അതായത് ഫ്രിൽസ് ഇടാൻ വേണ്ടിയിട്ടുള്ള ക്ലോത്ത് നമുക്ക് വെച്ച് കൊടുക്കേണ്ടത്. മെയിൻ ക്ലോത്ത് നമുക്ക് ഇതിന്റെ താഴ്വശത്തായിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അത് ഇതെങ്ങനെയാണ് മെഷീനിലേക്ക് കണക്ട് ചെയ്യാന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. ഈ ഫൂട്ട് നമുക്ക് മെഷീനിൽ കണക്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഇതിൽ മെഷീനിലുള്ള ഫൂട്ട് നമുക്ക് റിമൂവ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു സ്ക്രൂവും ലൂസാക്കിയതിന് ശേഷം ഈ ഫൂട്ട് കണക്ടറോട് നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു സ്ക്രൂവിന്റെ ഭാഗത്തേക്ക് ഈ കാണുന്ന ഭാഗമാണ് വെച്ച് കൊടുക്കുന്നത്. അതുപോലെ ഈ ഒരു പാർട്ട് ഈ നീഡിൽ കണക്ട് ചെയ്യുന്ന ഈ ഒരു സ്ക്രൂ ഇല്ലേ, ഈ സ്ക്രൂവിന്റെ ഭാഗത്തേക്കായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം. നീഡിൽ താഴേക്കും മേലേക്കും വരുന്നതിനനുസരിച്ചാണ് ഇത് മേലേക്കും താഴേക്കും മൂവ് ചെയ്യും ഫ്രിൽസ് ഇട്ട് വരുന്നത് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ ഒരു ഭാഗം ഈ ഒരു സ്ക്രൂവിലേക്ക് ഇറക്കി കൊടുക്കാം. അതുപോലെ ഒന്ന് ചെരിച്ചിട്ട്, അല്ലാണ്ട് ഈ സൂചി റിമൂവ് ചെയ്തതിന് ശേഷം ഇറക്കി കൊടുത്താലും മതി. എന്നിട്ട് ഈ ഒരു പാർട്ട് ഇവിടെ കണക്ട് ചെയ്തു. ഇനി ഇത് ഈ സ്ക്രൂ വരുന്ന ഭാഗത്തേക്ക് വെച്ചിട്ട് ടൈറ്റ് ആക്കി കൊടുക്കണം. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഈ സൂചി വെക്കുന്ന ഈ ഒരു സ്ക്രൂ നന്നായിട്ട് ടൈറ്റ് ആക്കി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ തട്ടി ഈ സ്ക്രൂ ലൂസായിട്ട് സൂചി താഴെ വീഴാനുള്ള സാധ്യത ഉണ്ട്. നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ഈ 2 പ്ലേറ്റിന്റെ ഗ്യാപ്പിലേക്കായിട്ടാണ് നമ്മൾ ഫ്രിൽസ് ഇടുന്ന ക്ലോത്ത് വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ലിവർ ഒന്ന് താഴ്ത്തി കൊടുക്കാം. ഇനി ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഞാനിവിടെ ഫസ്റ്റ് ഈ ഒരു സ്റ്റിച്ചിലും ഓരോ സ്റ്റിച്ചിലും ഫ്രിൽസ് വരുന്ന ഈ ഒരു ഇതിലേക്കാണ് വെക്കുന്നത്. അതായത് 1ലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന്റെ ഫ്രിൽസിന് വിടുന്ന ഞാൻ മാക്സിമത്തിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത്രയും ക്ലോസ് ആയിട്ടുള്ള ഫ്രിൽസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് 6ലേക്ക് ഇട്ടിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ ഈ ലിവർ ഇവിടെ 6ലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ക്ലോത്ത് ഈ പ്ലേറ്റിന് താഴെയായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. നമുക്ക് ഫ്രിൽസ് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അതായത് ഓരോ 6 സ്റ്റിച്ചും വരുന്ന ആ ഒരു ടൈമിൽ മാത്രമാണ് ഇതിന്റെ പ്ലീറ്റ്സ് വരുന്നത്. നേരത്തെ 1ൽ ഇട്ട സമയത്ത് ഓരോ സ്റ്റിച്ചിനും ഫ്രിൽസ് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് 12ൽ ഇട്ടിട്ട് ഒന്ന് ചെയ്ത് നോക്കാം.
ഞാനിത് 12ലേക്ക് മാറ്റിയിട്ട് കൊടുത്തു. ഇപ്പം അത് കുറച്ചുകൂടി ഡിസ്റ്റൻസിലാണ് ഫ്രിൽസ് വന്നിട്ടുള്ളത്. അതായത് 12ാമത്തെ സ്റ്റിച്ചിലാണ് ഇത് ഫ്രിൽസ് വരുന്നത്. ഇനി ഞാൻ ഈ ഫ്രിൽസിന്റെ വെടുത്തൊന്ന് 2ലേക്കാണ് ഇടുന്നത്. ഇപ്പോൾ ഇതുവരെ ചെയ്തിട്ടുള്ളതൊക്കെ 8ൽ ഇട്ടിട്ടായിരുന്നു. അതിനൊന്ന് ഈ ഒരു സ്ക്രൂ ഒന്ന് ലൂസാക്കി കൊടുത്തിട്ട് ഇത് 2ലേക്കൊന്ന് മാറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം. അതായത് നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അതായത് ഈ ഫ്രിൽസ് വിടുത്ത് കുറവാണ് ഈ ഒരു ഫ്രിൽസിന്. നേരത്തെ ചെയ്ത സമയത്ത് 8ൽ ഇട്ട സമയത്ത് ഇത്ര വിടുത്ത് കൂടിയിട്ടുള്ള ഫ്രിൽസ് ആയിരുന്നു. ഇപ്പോൾ 2ൽ ഇട്ടപ്പോൾ വിടുത്ത് കുറഞ്ഞിട്ടുള്ള ഫ്രിൽസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്കിത് ഒരുമിച്ച് ഫ്രിൽസ് ഇടുന്നതും അതുപോലെ തന്നെ ഇതൊരു മെയിൻ ക്ലോത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്കേർട്ട് അല്ലെങ്കിൽ ഫ്രോക്കിലൊക്കെ ഇതെങ്ങനെ ഒരുമിച്ച് അറ്റാച്ച് ചെയ്യാന്നുള്ളതും കൂടെ ഞാനിവിടെ കാണിച്ചു തരാം. ഞാനിത് മെയിൻ ക്ലോത്ത് ഈ പ്ലേറ്റിന്റെ താഴ്വശത്തായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഈ ഒരു പ്ലേറ്റിന്റെ ഗ്യാപ്പിലേക്ക് നമുക്ക് ഫ്രിൽസ് ഇടേണ്ട ക്ലോത്ത് വെച്ച് കൊടുക്കാം. ഇവിടെ വെച്ച് കൊടുക്കുന്ന സമയത്ത് രണ്ടിന്റെയും നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം ലിവർ ഒന്ന് താഴ്ത്തി കൊടുക്കാം. നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ഫ്രിൽസ് ഇടുന്നതും അതുപോലെ തന്നെ ഇത് മെയിൻ ക്ലോത്തിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊന്ന് മറിച്ചിട്ടതിന് ശേഷം നമുക്ക് നോക്കാം. അത് ഈ ഒരു ഫൂട്ടിന്റെ റേറ്റ് ആമസോണിൽ വരുന്നത് 1700 മേലേക്കായിട്ടാണ് വരുന്നത്. ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് മലപ്പുറം പാണ്ടിക്കാടുള്ള ക്യാപിറ്റൽ മെഷീൻസ് എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്നായിരുന്നു. അവിടുന്ന് എനിക്കിത് 1000 രൂപയുടെ താഴെ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഷോപ്പിന്റെ നമ്പർ ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.